കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ പ്രവാചകനിൽ കൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന ഒരു വാക്ക്, ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പലവിധമായ ആ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ നമുക്കൊരു ആശ്വാസം കണ്ടെത്തണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആശ്വാസം പ്രാപിക്കണമെങ്കിൽ ദൈവം ഒരു അമ്മ നമുക്കൊരു ആശ്വാസമായിരിക്കണം. പക്ഷെ പല സമയങ്ങളും ഈ ലോകത്തിൽ ഒരമ്മമാർക്ക് ആശ്വാസമായി ഇരിക്കുവാൻ കഴിയുന്നില്ല. പലപ്പോഴും തൻ്റെ മക്കൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നറിയാതെ അവരെ കുറ്റപ്പെടുത്തുന്നവരാണ് അനേകരും. എങ്കിലും അവർ തന്നെ മക്കളുടെ ആ കുറ്റങ്ങളെ ക്ഷമിക്കുകയും അവരെ പരിപാലിക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ കർത്താവ് എന്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഒരമ്മ ഒരു പൈതൻ്റെ വിഷമഘട്ടത്തിൽ എങ്ങനെ ആശ്വസിപ്പിക്കുന്നുവോ അതേപോലെ നമ്മുടെ ആ ഒരു വിഷമഘട്ടത്തിൽ കർത്താവ് നമ്മുടെ പക്കൽ അടുത്തു വന്ന് നമ്മെ ആശ്വസിപ്പിക്കുമെന്നാണ്. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ആ ഒരു ആശ്വാസം എൻ്റെ ദൈവം അയച്ചു തരുന്നത് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, അപ്പോൾ ദൈവം പറയാണ്, യെരൂശലേമിൽ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടുമെന്ന്. യെരൂശലേം എന്ന് പറയുമ്പോൾ നാം ഇരിക്കുന്ന ആ സ്ഥാനത്ത്, നാം ഇരിക്കുന്ന ആ വീട്ടിൽ, അല്ലെങ്കിൽ ഇരിക്കുന്ന ആ ഓഫീസിൽ, അല്ലെങ്കിൽ ഇരിക്കുന്ന ആ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എവിടെയാണ് നമുക്കൊരു ആശ്വാസം നഷ്ടപ്പെട്ടുവോ ആ സ്ഥലത്ത് തന്നെ വന്ന് നമുക്ക് ആശ്വാസം പകർന്നു തരുന്ന ഒരു കർത്താവായ ദൈവം നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇന്ന് പലരും ആത്മഹത്യയ്ക്ക് നേരെ പോകുന്നു എന്ന് വെച്ചാൽ അവർ നിർബന്ധമായിട്ടും അവർ ആശ്വാസമില്ലാത്തത് കൊണ്ടാണ്. തങ്ങളുടെ ജീവിതത്തിൽ എത്രയോ കടഭാരങ്ങളുള്ളവർ, അല്ലെങ്കിൽ മക്കൾ നഷ്ടപ്പെട്ടവർ, ഭർത്താവ് നഷ്ടപ്പെട്ടവർ, ഭാര്യ നഷ്ടപ്പെട്ടവർ, അവരൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നു. കാര്യമെന്തെന്ന് പറഞ്ഞാൽ ഏതൊക്കെ മുഖാന്തരങ്ങളിൽ കൂടെ ദൈവം അവർക്കൊരു ആശ്വാസം നൽകിക്കൊടുത്തു, ആയതുകൊണ്ട് അവർ ജീവിച്ചിരിക്കുന്നു. പലരും ഇന്ന് ആത്മഹത്യയ്ക്ക് നേരെ പോകുകയാണെങ്കിൽ അവർക്ക് ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കാതെ പോകുന്നു. പ്രിയ ദൈവ പൈതലെ, ഇന്ന് നാം യഹോവയിൽ ആശ്രയിക്കുകയാണെങ്കിൽ, ഇന്ന് ലോകം തരാതെ സമാധാനം ഞാൻ ഞങ്ങൾക്കായി വിട്ടുപോകുന്നു എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ഒരാശ്വാസം നാം പ്രാപിക്കണമെങ്കിൽ അവൻ്റെ സന്നിധാനത്തിൽ ചെന്ന് അവനോട് നാം ചേർന്നിരിക്കേണ്ട അത്യാവശ്യമായിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, യെരൂശലേമിൽ നിങ്ങൾ ആശ്വാസം പ്രാപിക്കുമെന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ചിലപ്പോൾ പ്രാപിക്കുമെന്നല്ല, പ്രാപിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാപിക്കുക തന്നെ ചെയ്യും. കർത്താവ് അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഈ സമയത്ത് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ പൈതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. ഇവർ ഏത് ആകുലതയിലിരിക്കുന്നു, ഏത് വേദനയിലിരിക്കുന്നു, എവിടെയാണ് ഇവർക്ക് ആശ്വാസം കണ്ടെത്തേണ്ടതെന്ന് കർത്താവെ അങ്ങയ്ക്ക് നല്ലതുപോലെ അറിയാമല്ലോ. അപ്പ ഇവർ ആഗ്രഹിക്കുന്ന മേഖലകളിൽ, ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളിൽ ആശ്വാസം കണ്ടെത്തുവാൻ പ്രിയ ദൈവമേ അവർക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വചനം കേട്ടുകൊണ്ട് ഓരോരുത്തരും അങ്ങയുടെ മാർബോട് അണച്ച് അങ്ങ് ആശ്വാസം നൽകി പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.